ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള അബ്ദുൽ ജലീൽ MK, അധ്യക്ഷൻ നസീർ ബാലുശ്ശേരി, മഹല്ല് പ്രസിഡന്റ് കൂടിയായ, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന TK അഷ്റഫ്, മറ്റ് ആശംസകൾ അറിയിക്കുന്ന സുഹൃത്തുക്കളെ, ഇവിടെ എത്തിയിട്ടുള്ള മഹല്ല് സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ നിയന്ത്രിക്കുന്ന ഒരു ചരട് കൂടിയാണത്. നമ്മൾ പിശാചിൻ്റെ പിന്നാലെ പോകാതെ, വഴിപിഴച്ച് പോകാതെ, മഹല്ല് നിവാസികളെ ഒരു മേൽനോട്ടം, മഹല്ലിൻ്റെ മേൽനോട്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം കുറഞ്ഞു കാണുന്നത്. അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പോൾ മഹത്തായൊരു സംവിധാനമാണ് മഹല്ല് സംവിധാനം. അത്തരത്തിലുള്ള, പ്രത്യേകിച്ച് ഈ മഹല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഖബർസ്ഥാൻ കൂടിയുള്ള ഒരു മഹലാണ്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്കാർക്കും തന്നെ മനസ്സിലാദ്യം ഓർമ്മ വരിക, എൻ്റെ ഉപ്പ ഇവിടെയാണല്ലോ, അല്ലെങ്കിൽ വല്യാപ്പ ഇവിടെയാണല്ലോ, ഉമ്മയുണ്ടല്ലോ, സഹോദരങ്ങളുണ്ടല്ലോ എന്നുള്ള ആ ഖബർസ്ഥാനെ പറ്റി ഒരു ഓർമ്മ വരികയും അറിയാതെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഈ മഹല്ല് നിവാസികളുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. നമുക്കറിയാം, മഹല്ല് സംവിധാനങ്ങളിലൂടെ ഒരു മിനി പഞ്ചായത്ത് പോലെയാണ് ഈ മഹല്ലിൻ്റെയൊക്കെ കാര്യം ഞാൻ കാണുന്നത്. കാരണം വലിയൊരു പ്രദേശം ഈ മഹല്ലിൻ്റെ അധികാരത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതിർത്തിയിൽപ്പെട്ട സ്ഥലങ്ങൾ, ഉള്ളിൽപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ 2-3 പഞ്ചായത്തിൻ്റെ ഭാഗങ്ങൾ വരെ ഇതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത്രയും വലിയൊരു ഏരിയയിൽ ഉള്ള ആളുകളുമായിട്ട് അവരുടെ ഖബർസ്ഥാനമൊക്കെ ഉള്ള ഈ പള്ളിയുടെ കുടുംബസംഗമം, അതിൽ പങ്കെടുക്കാൻ കൂടുതൽ താല്പര്യമുണ്ടെന്നറിയിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, മഹല്ല് സംവിധാനത്തിലൂടെ നമ്മൾ എപ്പോൾ വിളിച്ചാലും വന്നെത്തുന്ന ഒരു സംഘം, ഒരു കൂട്ടം നമ്മുടെ മഹല്ലിൽ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി മഹല്ല് നിവാസികൾക്കുണ്ടാവും. ഏത് പ്രശ്നമുണ്ടെങ്കിലും, രോഗമുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, മരണമുണ്ടെങ്കിൽ, എന്ത് പ്രശ്നങ്ങൾക്ക് ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കുന്നത് നമ്മളെ മഹല്ലിനെയാണ്. മഹല്ലിൽ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചാൽ ഉടനെ എത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന, വിദ്യാഭ്യാസ കാര്യത്തിൽ, ചികിത്സാ കാര്യത്തിൽ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും മഹല്ലിൻ്റെ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ളതുകൊണ്ട് ഈ മഹല്ലുകളെയൊക്കെ തന്നെ നമ്മൾ ഒരു നല്ലൊരു ഇതേപോലെയുള്ള ഈ കുടുംബസംഗമങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കൂടുതൽ ഒരു അടുപ്പം സൃഷ്ടിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേ അവസരത്തിൽ തന്നെ സംഘടനകളുടെ പേരിലുള്ള വേർതിരിവുകളൊന്നും മഹല്ലിൻ്റെ കാര്യത്തിൽ കാണിക്കരുതെന്നുള്ള അഭിപ്രായം കൂടി ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിച്ചുകൊണ്ടുള്ള, സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഭാവിയിൽ ആവശ്യമാണ്. അത് നാടിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് മതേതര രാഷ്ട്രം മതരാഷ്ട്രമായിട്ടൊക്കെ മാറാൻ പോകുന്ന കാലത്ത് നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ സർക്കാരിൻ്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ഒരു ശക്തമായ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നമുക്കറിയാം, അങ്ങനെയാണ് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അത്തരം മാറ്റങ്ങളെപ്പറ്റി കൂടി നമ്മൾ ചിന്തിക്കണം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ.